നമസ്കാരം. എല്ലാവരെയും നാണം കെടുത്താനായി പിറവിയെടുത്ത ചിലരുണ്ട് ഭൂമിയിൽ. അതിൽ രണ്ടുപേരാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചറും അഡ്വക്കേറ്റ് കൃഷ്ണരാജും. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മതത്തിൻ്റെ കണ്ണിൽ കാണുന്നവരെ, അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും, അവരെ വെറുപ്പോടെ അകറ്റി നിർത്തുക തന്നെ വേണം. സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശിയായ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് ബ്ലഡ് മണി നൽകാനായി 34 കോടി രൂപ പിരിച്ചെടുത്തതാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. എന്തായാലും നമുക്ക് അഭിമാനിക്കാം. അതിലുപരി മരണത്തിൻ്റെ വക്കിൽ വരെ പോയി മടങ്ങിയെത്തുന്ന ആ മനുഷ്യനെയോർത്ത് ആശ്വസിക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പല വിധത്തിലുള്ള ചർച്ചകളാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. അക്കൂട്ടത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചറിൻ്റെയും അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെയും സമൂഹ മാധ്യമാഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. കാരണം ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും ചിന്തിച്ചു തുടങ്ങിയത് ഇവരെപ്പോലെയുള്ളവർ രംഗത്ത് വന്നതിനു ശേഷമാണ്. അബ്ദുൾ റഹീമിന് വേണ്ടി 34 കോടി രൂപ പിരിച്ചതിൽ ശശികല ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ച അഭിപ്രായം ഇങ്ങനെയാണ്: വല്ലാത്തൊരു നാട്, വല്ലാത്തൊരു നിയമം, ഇതുവരെ ഇവിടെ ചികിത്സയ്ക്ക് പണം പിരിച്ചാൽ മതിയായിരുന്നു എന്നാണ്. അവരുടെ തന്നെ മറ്റൊരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ശരിയത്തായിരുന്നുവെങ്കിൽ അസിഫയുടെ കൊലപാതകങ്ങൾക്ക് വേണ്ടിയും പണം പിരിക്കുമായിരുന്നു എന്നാണ്. നിരവധി എതിരഭിപ്രായങ്ങളും തേച്ചാലും മാച്ചാലും പോകാത്ത തരത്തിലുള്ള പൊളിച്ച തെറികളുമാണ് ഈ പോസ്റ്റുകൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ വന്നിട്ടുള്ളത്. ഹിന്ദുക്കളുടെ സുരക്ഷ മൊത്തത്തിൽ സ്വയം ഏറ്റെടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: നാഥ, ഞാൻ കുറേ കോടികൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഏത് ബോച്ചയ്ക്കും സഹായിക്കാം. ശരിയ നിയമം ഇവിടെ വന്നിട്ട് വേണം ദിയ കൊടുത്ത് കുറച്ചുപേരെ ഒന്ന് ഡീൽ ചെയ്യാൻ. ഊഞ്ഞാല. ഇങ്ങനെയാണ് ഊഞ്ഞാലാടുന്ന ചിത്രത്തോടൊപ്പം അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കുറിച്ചത്. എത്ര ഇടുങ്ങിയ അല്ലെങ്കിൽ ക്രൂരമായ ചിന്താഗതിയുള്ളവരാണ് ഇവരെന്ന് അത്ഭുതം തോന്നുന്നു. നമുക്കൊരു മുറിയിൽ 1-2 മണിക്കൂർ പോലും ഒറ്റയ്ക്കിരിക്കാൻ കഴിയില്ല. ഈ പറയുന്ന അബ്ദുൾ റഹീം ഒന്ന് നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത കൊടുസു ജയിൽ മുറിയിൽ രാവേത് പകലേത് എന്നറിയാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് 1-2 കൊല്ലം 18ആയി. മരണം മാത്രമായിരുന്നു അയാളുടെ മുന്നിൽ. ആ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ആ മനുഷ്യനെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് 75 വയസ്സായി. കഴിഞ്ഞ 18 വർഷങ്ങളായി ആ പെറ്റമ്മ എത്രമാത്രം ഉള്ളുരുകിയായിരിക്കും ജീവിച്ചിട്ടുള്ളത്. ഇതൊക്കെ ചിന്തിക്കാൻ ഇവർക്കൊന്നും ഹൃദയം എന്ന ഒന്നില്ലേ? എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരൊന്നും ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നതും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് മതഭ്രാന്ത് കുത്തിവെക്കുന്നതും ഈ കൃഷ്ണരാജിനെയും ശശികല ടീച്ചറിനെയും പോലെയുള്ളവരാണ്. ഒരു ഭാഗത്ത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി പകരം ഗണപതി വട്ടം എന്നാക്കുമെന്ന് പറയുന്നു. മറുഭാഗത്ത് ഒരു കൂട്ടർ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പരാമർശങ്ങളും നടത്തുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ഹിന്ദുക്കളുടെ സുരക്ഷ ഒന്നടങ്കം സ്വയം എടുത്തു തലയിൽ വെച്ചിരിക്കുന്ന ഇവർ അവഹേളിക്കുന്നത് ഹിന്ദുക്കളെ തന്നെയാണ്. ഇവരൊക്കെ ഈ കാലത്തിനിടയിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മനസ്സിൽ വിദ്വേഷം കുത്തിവയ്ക്കാനായി തക്കം പാർത്തിരുന്ന ഇത്തരം വിഷം തുപ്പുന്നതല്ലാതെ. ഹൈന്ദവ നേതാക്കളെന്ന് സ്വയം വിശേഷിപ്പിച്ചു നടക്കുന്ന ഇവരൊന്നും 1 കിലോ അരി പോലും ഒരു പാവപ്പെട്ടവന് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങിക്കൊടുത്തതായി അറിവില്ല. ഇവരുടെയൊക്കെ ഈ വിഷം ചീറ്റലിൽ ഒരാൾക്കും ലജ്ജ തോന്നേണ്ട കാര്യമില്ല. കാരണം അത് അവരുടെ ജന്മസിദ്ധമായ സ്വഭാവവും വയറ്റിപ്പിഴപ്പുമാണ്. എന്തായാലും അബ്ദുൾ റഹീം എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതനായി നാട്ടിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും കാണാം.